ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിന്ന് കളിയുണ്ട്. കളിയെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച നമുക്കൊരു ലീഗ് ഉണ്ടായിരുന്നു, ക്രിക്കറ്റ് കളിയുടെ. അപ്പോൾ അതിൻ്റെ ഫൈനൽ നടന്നില്ല. അപ്പോൾ ഇന്നത് ഫൈനൽ കളിക്കാൻ പോകും. അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാവുമെന്ന്. നേരെ അങ്ങോട്ട് പോകാം. ഓക്കെ, ഇതാ നമ്മുടെ ടീമിൻ്റെ ഓണറും ക്യാപ്റ്റനും എല്ലാം കേട്ടോ. കഴകത്തൊന്നും ഇല്ലാത്ത ക്യാപ്റ്റൻ കേട്ടോ. ഇത് നമ്മുടെ തിരുപ്പൻ ബോളർ പ്രമോദ്, ഫേമസ്. ഇതും വേറൊരു തിരുപ്പൻ, ഭയങ്കര. എന്താ ഷെന, എന്താ ടോസ് എന്താ പറഞ്ഞോ? ടോസ് എന്തോ? ടോസ് ആർക്കടി? നമുക്ക് അപ്പൊ നമുക്ക് ബോൾ ചെയ്യാം അല്ലേ? ബോൾ ചെയ്യണോ? അതല്ലല്ലോ, നിന്ന് കൊടുക്കുന്നില്ലേ? പിന്നെ നമ്മുടെ നമുക്ക് രാവിലെ കണ്ടം പൂട്ടാൻ വരുന്ന പോലാണ് നമ്മുടെ ഒരു പ്ലെയർ വരുന്നുണ്ടോ, റോക്കി ബായ്. കഴിഞ്ഞ ആഴ്ച പാൻറ് ഇട്ടുകൊണ്ട് വന്ന നിറച്ച് പോക്കറ്റ് നിറച്ച് 6 കൊണ്ടുപോയിട്ട് ആളാം. ഉണ്ട് അവിടെ ഐക്കൺ ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. പ്രയോജനമൊന്നുമില്ല, നമുക്ക് നോക്കാം. 7 മണിയായപ്പോൾ പറഞ്ഞു പിടിപ്പിച്ചെടുത്തേണ്ട ക്യാപ്റ്റനും ഐക്കൺ സ്റ്റാർ നമ്മുടെ ഐക്കൺ വരുന്നുണ്ട്. കറക്റ്റ് ആലോചിച്ചെടുക്കണം. എല്ലാവരും ഒറ്റ തീരുമാനം പറയണം. പിച്ച് അങ്ങോട്ട് കൊണ്ടുവല്ലേ, ഗ്രൗണ്ട് അങ്ങോട്ടല്ലേ കൊണ്ടുവല്ലേ, അറിയാം. ഓക്കെ, ഇങ്ങോട്ട് വേണോ? നീ ഇങ്ങോട്ട് വേണോ? വേറെ നീ ഇങ്ങോട്ട് പോ. ഇവിടെ ഞങ്ങൾ 9 പേരേ ഉള്ളു. നീ ഇങ്ങോട്ട് കാണിക്കണ്ട. മൊബൈലിൽ നോക്കി അതിലെ ക്രിക്കറ്റ് കളിയില്ല ബാറ്റിംഗ് ഇടാൻ മോനെന്ന് പറയുന്നത് കേട്ടോ. ഷോട്ടറാ മോനെ, ഫീൽഡിങ്ങളാ, നല്ല ഫീൽഡിങ്, നല്ല ബാറ്റിംഗ്. അങ്ങനെ നമ്മൾ കളി നമ്മൾ ജയിച്ചിരിക്കുകയാണ്. പ്ലേയേഴ്സ് വരാത്ത, മനഃപൂർവ്വമായിട്ട് വരാത്തവരെ നിങ്ങൾക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്യാം നമ്മുടെ ഗ്രൗണ്ടിൽ. പിന്നെ അവരെ ഈ അടുത്തുള്ള ടൂർണമെന്റുകളിലൊന്നും നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കത്തില്ല. റീസൺ ഉണ്ടെങ്കിൽ നിങ്ങളായിട്ട് ഓണർമാരായിട്ട് പറഞ്ഞാൽ മാത്രമേ ചെയ്യത്തുള്ളൂ. പിന്നെ നമ്മുടെ ജയിച്ചു വന്ന ടീമിലാണ് ഡ്രീം വില്ലേജ് ഡീറ്റ് മാച്ച് റോക്കിയാണ്. 2 ഓവർ, 1 ഓവർ മെയിഡിലും 6 റൺസ് നൽകി 3 വിക്കറ്റാണ് അസദ്ദാളൊക്കെ അദ്ദേഹത്തെ മാൻ ഓഫ് ദി മാച്ച് തല വേണമെന്നില്ല, ഹാഫ് എടുത്താൽ മതി. അടുത്ത ലോക്കൽ ബോയ്സ് ഡ്രീം കില്ലേഴ്സ് മത്സരത്തിൽ മനു ഭരതനാണ്
മാൻ ഓഫ് ദി മാച്ച്. 15 റൺസും ഇംഗ്ലീഷ് 2 കളി ജയിച്ചായിരുന്നു. ആദ്യത്തെ കളി മാത്രമേ ഉള്ളൂ. അല്ലല്ല, ആദ്യത്തെ 2 കളി അടുപ്പിച്ചായിരുന്നു. ഇപ്പൊന്നും ഇല്ല എന്തായാലും. ഇരുപത്തിരണ്ട് റൺസ് 10 ബോൾ 22 റൺസ് 1.5 ബോളിൽ 9 റൺസ് വഴങ്ങി 3 വിക്കറ്റ് സ്വന്തമാക്കി. വിക്കറ്റ് ഇട്ട് മികച്ച ഇന്നിംഗ്സാണ്. 22-49 ഒരു മത്സരത്തിൽ മോശം പ്രകടനമായിരുന്നെങ്കിലും പിന്നീടുള്ള 2 മത്സരത്തിലും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് ഈ ടൂർണമെന്റിലെ മോസ്റ്റ് ബാറ്റർ. ഫൈനൽ തുല്യമായ പോരാട്ടത്തിൽ അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനത്തിൽ ടീമിനെ ഫൈനലിൽ എത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. ഇടക്കാലത്ത് കളിയിൽ നിന്ന് വിട്ടിരിക്കുമായിരുന്നു കാണാൻ. ഈ ടൂർണമെന്റിലെ ബെസ്റ്റ് ബൗളർ രാഹുൽ ആർ ദാസ് ആണ്. ലോക്കൽ ബോയ്സിന്റെ 5 ഇന്നിംഗ്സിൽ നിന്ന് 8 വിക്കറ്റുകളാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. അതുപോലെ ഈ ടൂർണമെന്റിലെ ബെസ്റ്റ് ഫീൽഡർ അനൂപാണ്. അദ്ദേഹത്തിന് 2 പേരിലാണ് ഈ നമ്മുടെ ഇതില് ക്രിക്കി റോസിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് അനൂപ് ഓമനക്കൊട്ടനും, മറ്റൊന്ന് അനൂപ് മാക്കറി. അദ്ദേഹം മൊത്തം 9 ക്യാച്ച് എടുത്തിട്ടുണ്ട്. ഇതില് നമുക്ക് ഇതിനകത്ത് നോക്കിയാൽ 2 പേരും ഇതിനകത്ത് തന്നെ ഉണ്ട്. രണ്ടാമത്തെ പേരെ കാണത്തുള്ളൂ. ഈ ടൂർണമെന്റിലെ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ പിന്നെ പ്രേംരാജ് ആണ്. ഇഞ്ചോട് ഇഞ്ച് ജിഗ്ലാനി 17 അദ്ദേഹം 17.518 എന്നുള്ള ബോളറായിട്ട് വന്ന് മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത് ടീമിനെ ഫൈനൽ തുല്യമായ ക്വാളിഫയർ വരെ നല്ല പ്രകടനമായിരുന്നു. അവന്റെ കാലം കഴിഞ്ഞ നിലവിൽ നമ്മളെ ടൂർണമെന്റിലെ സാഹചര്യം കൊണ്ട് പിന്നെ 2 പേരാണ് വിന്നേഴ്സ് ആയിരിക്കുന്നത്. നമ്മളവരോട് സംസാരിച്ചത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. സഹകരിച്ചതിന് 2 ടീമിന്റെ ക്യാപ്റ്റന്മാരോട് നന്ദി അറിയിക്കുകയാണ്. ഇതുപോലെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഈ ടൂർണമെന്റ് വളരെ ഭംഗിയാക്കി തീർത്തു തന്ന ഡ്രീം വില്ലേജിന്റെ ഓണറോടും അതുപോലെ തന്നെ ജിംഗ്ലാനീസിന്റെ ഓണറോടും നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ചാമ്പ്യൻസിന്റെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് ടീമിന്റെ. ഓണറെ ക്ഷണിച്ചുകൊള്ളുന്നു ഏറ്റുവാങ്ങുന്നതിന് ഓണറേയും ക്യാപ്റ്റൻ. എല്ലാരും കൂടെ വീഡിയോ ആക്കിയത് വീഡിയോ ഞാൻ ഈ ടീമിലുള്ളേ ഞാൻ ഈ ടീമിലുള്ള ഞങ്ങളുടെ ശത്രു തോറ്റുപോയി. ഞങ്ങളുടെ ടീമിന്റെ ഓണറാണ്. പക്ഷെ എതിർ ടീമിലായിരുന്നു. ഞങ്ങളെ ശത്രുപക്ഷത്തിൽ നിന്ന് ഞങ്ങളെ തോൽപ്പിക്കാൻ നോക്കി. ഇവൻ എടാ എല്ലാവരുടെയും കൈ നിറച്ച് ട്രോഫിയാ. വേണുവിൻ്റെ കൈ നിറച്ച് ട്രോഫിയാ. റോക്കി പോയി കട്ടെടുത്തോണ്ട് വന്നു പറഞ്ഞ ഇല്ല. റോക്കി പോയി ഇവിടെ റോക്കി പോയി ഇവിടെ
റോക്കി ഭായി ഒക്കെ ഇതാണ്ട് ട്രോഫി കട്ടോണ്ട് വന്നേക്കുന്നു. നമ്മൾ പറഞ്ഞില്ലേ രാവിലെ വന്നപ്പോഴേ നമ്മൾ പറഞ്ഞില്ലേ തൂക്കുമെന്ന്. നമ്മൾ തൂക്കും. അതിരാവിലെ സൺഡേയിലെ അതിരാവിലെ ഒരു മിനിറ്റ് ഞാൻ എന്റെ വാട്സപ്പ് സ്റ്റാറ്റസ് സൺഡേ അതിരാവിലെ തന്നെ കപ്പടിച്ചിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ കളിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഒരു കല്യാണം ഉണ്ടായിരുന്നു. ആ കല്യാണത്തിന് പോയിട്ട് ഇപ്പോൾ തിരിച്ച് വന്നേ ഉള്ളൂ. ഞാനുണ്ട്, കാശിക്കുട്ടനുണ്ട്, ആദിയുണ്ട്. കല്യാണം കഴിഞ്ഞ് വന്നു. അപ്പോൾ പിന്നെ ഭയങ്കര മഴ. ഇനിയിപ്പോൾ നമ്മളൊരു വൈകുന്നേരം ഒരു കൂട്ടുകാരൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടോട്ടൊന്ന് പോകണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇല്ലയോ? അങ്ങനെ ആദ്യമൊക്കെ സുന്ദരിയായിട്ടിരിക്കുന്നുണ്ട്. കല്യാണത്തിന് പോയിട്ട് വന്നാ. ബൈ. നേരത്തെ കളി തീർക്കാൻ പറ്റിയത്